ഈ കടുവയെ വെടിവെക്കാൻ നേരം അത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന കാഴ്ച, ചാടുന്ന കാഴ്ച നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതിൻ്റെ കുറച്ചുകൂടി വ്യക്തമായ ദൃശ്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട് ആൽവിൻ. അപ്പോൾ ഒരു ഭീതിതമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലേ? ഈ കടുവ അവശൻ എന്നൊക്കെ പറയുമ്പോഴും അത് ആൾക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കുകയാണ്. അവശതയാണ് എങ്കിൽ പോലും ഈ കടുവയുടെ വർഗത്തിൽപ്പെട്ട ഈ ജീവികൾക്കൊക്കെ പെട്ടെന്ന് ഇതിന്റെ അവസരം മാറാൻ കഴിയും എന്നുള്ളതാണ് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. കാര്യം ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു ദിവസങ്ങൾക്കുള്ളിൽ അതിന് വീണ്ടും അതിന്റെ ഒരു ശേഷിയിലേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ് പറയുന്നത്. അത് പ്രത്യേകിച്ച് കടുവയാകുമ്പോൾ അത് കൂടുതൽ അതിന് സാധ്യമാകും എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. പക്ഷെ പരിക്ക് കാലിനുണ്ട്. ആ പരിക്ക് കാലിനുള്ളപ്പോഴാണ് ഇന്ന് ഇത് വേട്ടയാടാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ന് വളർത്തുമൃഗങ്ങളെ ഇത് ആക്രമിക്കുന്നത്. ഒരു പശുക്കിടാവിനെയും 2 പട്ടിക്കുട്ടികളെയും ഒക്കെ കൊല്ലുന്നത്. അതിന് കൂടുതൽ വേട്ടയാടാനായിട്ടുള്ള കഴിവ് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് അത് പോയതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പിന്നീട് ഈ പറയാവുന്നത് പോലെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന മേഖലയാണ്. ഇവിടെ മിക്കവാറും തൊഴിലാളികൾക്കെല്ലാം ഈ ആടുമാടുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും കടുവ ഇവിടെ തങ്ങുമ്പോൾ ഇതിന് കൂടുതൽ ഭക്ഷണത്തിനുള്ള സാധ്യതയുണ്ട് എന്നത് മനസ്സിലാക്കുന്നു. ഇര തേടാൻ പറ്റുന്ന സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് കടുവ ഇവിടെ തങ്ങിയത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ വിവരം. ഏതായാലും ഇത് കാലിന് പരിക്കേറ്റതാണെങ്കിൽ പോലും അത് വലിയ ആക്രമണോത്സുകമായി തന്നെയാണ് ഇവർക്ക് നേരെ പാഞ്ഞു നിർത്തത് എന്നുള്ളതാണ് നമുക്ക് ആ കാഴ്ചയിൽ വ്യക്തമാകുന്നത്. അത് പാഞ്ഞു വന്നപ്പോൾ തന്നെ വീണ്ടും 4 റൗണ്ട് വെടി ഉതിർക്കുകയും ചെയ്തിരുന്നു. അതോടുകൂടിയാണ് കടുവ നിലത്തേക്ക് വീഴുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അത് ഈ മയക്കത്തിനുള്ളിൽ തന്നെ ഇതിനെ എത്രയും വേഗം പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അവർ പോയത്. നമ്മളെ വനംവകുപ്പ് നൽകിയ നിർദ്ദേശത്തിനനുസരിച്ച് മാധ്യമപ്രവർത്തകരൊക്കെ മറ്റൊരു മലഞ്ചെരുവിൽ ആണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഈ കടുവയുടെ അടുത്തേക്കുള്ള സാന്നിധ്യം വരുന്ന പ്രദേശത്തേക്ക് പോകരുതെന്നുള്ള കർശന നിർദ്ദേശവും ഉണ്ടായിരുന്നു. അതങ്ങനെ പാലിക്കപ്പെട്ടാണ് നമ്മൾ അപ്പുറത്തേക്ക് മാറി നിന്നത്. അവിടെ നിന്ന് മറ്റേ ഈ വെടി ഉതിർത്ത ശേഷം ഉടൻ തന്നെ വടം കെട്ടി വലയിലാക്കിയ ശേഷം വാഹനത്തിൽ കയറ്റി ഇപ്പോൾ പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ കൊണ്ടുപോയിരിക്കുന്നത് അവിടെ നിന്ന് ഈ മയക്കം മാറുന്നതിന് മുമ്പ് തന്നെ ഇതിനൊരു ചികിത്സ നൽകുക, അതിനുവേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. ആ ചികിത്സ എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളതും ഇനി കണ്ടറിയേണ്ടതുണ്ട്. കാര്യം ഇതിന് കാലിന് പരിക്കേറ്റാണ്. അത് പരിക്കെന്നുള്ളത് ഗുരുതരമായ പരിക്കാണ് എങ്കിൽ ഒരു പക്ഷേ അതിനെ കാട്ടിലേക്ക് തുറന്നു വിടാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ കാട്ടിലേക്ക് തുറന്നു വിടാതെ ഒരു പക്ഷേ ഏതെങ്കിലും സൂവിലേക്കോ മറ്റോ മൃഗശാലയിലേക്കോ മറ്റോ മാറ്റാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ അവർ പ്രാഥമികമായി നൽകിയ വിവരമനുസരിച്ച് നമുക്ക് പറയാൻ കഴിയും. സ്വാഭാവികമായും ഗുരുതര പരിക്കാണെങ്കിൽ കടുവയ്ക്ക് കാട്ടിനുള്ളിലേക്ക് പോകാൻ കഴിയില്ല. കൊണ്ടുവിട്ടാലും കാട്ടിനുള്ളിലേക്ക് ആക്കിയാലും ഇത് പിന്നീട് വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പക്ഷേ കാട്ടിലേക്ക് തുറന്നു വിടാതെ ഈ ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ മൃഗശാലയിലേക്കോ മറ്റോ മാറ്റാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും ഇതിന്റെ ചികിത്സ പൂർത്തിയായ ശേഷമേ നമുക്ക് ഇതിന് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. പെരിയാർ കടുവാ സങ്കേതത്തിലേക്കാണ് ഇപ്പോൾ ഈ മയക്കുവെടി വെച്ച കടുവയെ കൊണ്ടുപോയിട്ടുള്ളത്. ഗ്രാമ്പി എസ്റ്റേറ്റിലും അതോടൊപ്പം തന്നെ ഹില്ലാഷിലും അതോടൊപ്പം തന്നെ വെടിക്കുഴി മേഖലയിലും ഒക്കെ ഈ കടുവയുടെ സാന്നിധ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്നാണ് ഇപ്പോൾ ഇത് ഈ അരണക്കൽ മേഖലയിലേക്ക് കടുവ നീങ്ങിയത്. അരണക്കൽ മേഖലയിൽ ഇന്ന് പുലർച്ചെ എത്തി 2 മണിയോടുകൂടി ഒരു പശുക്കിടാവിനെയും പട്ടിക്കുട്ടികളെയും കൊന്നു. അതിനുശേഷം ആ തൊട്ടടുത്തുണ്ടായിരുന്ന തേയിലത്തോട്ടത്തിൽ അത് കിടക്കുകയായിരുന്നു. അതിനുശേഷം 2 തവണ ഈ പശുക്കിടാവിന്റെ അടുത്തേക്ക് വരാനുള്ള ശ്രമം കടുവ നടത്തിയിരുന്നു. പക്ഷേ അവിടെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ആ സമയം ഉണ്ടായിരുന്നു. അത് പക്ഷേ രാവിലെ പുലർച്ചെ 5 മണി സമയവും 6 മണി സമയമൊക്കെ ആയതിനാൽ വ്യക്തം കൃത്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ആക്ഷന് വനംവകുപ്പ് ആ സമയത്ത് മുതിരാതിരുന്നത്. തുടർന്ന് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെറ്റിനറി ഡോക്ടർ അടക്കം സ്ഥലത്തെത്തി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയ ശേഷം ആണ് ഇപ്പോൾ വെടിവെച്ചുകൊണ്ട് കടുവയെ അവിടെ നിന്ന് പുറത്തെടുത്ത് ഇപ്പോൾ പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഇതിന് വിദഗ്ധ ചികിത്സ ഉടൻ നൽകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ മയക്കം മാറുന്നതിന് മുമ്പ് തന്നെ ഇത് പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ നിന്ന് വണ്ടിപ്പെരിയാറിന് കഴിഞ്ഞ് കുമളി എത്തുമ്പോഴാണ് ഈ പെരിയാർ കടുവാ സങ്കേതമുള്ളത്. അവിടേക്കാണ് ഈ കടുവയെ മാറ്റുന്നത്. ഇപ്പോൾ അത് എത്തിച്ചേരും, അവിടത്തേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.